നമസ്കാരം. NCTV വാർത്തകളുമായി ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. 2 ദിവസമായി തോരാതെ പെയ്യുന്ന മഴയിൽ കനത്ത നാശം. ശക്തമായ മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. മണലിപ്പുഴ പലയിടത്തും കരകവിഞ്ഞു. നെന്മണിക്കര പഞ്ചായത്തിലെ 500 വീടുകൾ വെള്ളപ്പൊക്ക ഭീഷണിയിൽ. ശക്തമായ കാറ്റിലും മഴയിലും നന്ദിപുരത്തും വരാക്കരയിലും വീടിന് മുകളിൽ മരം വീണു. പുതുക്കാട് വീടിന്റെ ഒരു വശം ഇടിഞ്ഞു വീണു. കേരളത്തിൽ അടുത്ത 5 ദിവസവും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു. തൃശൂരിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. മെഡിസപ്പ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പരാതി പരിഹാരത്തിന് ജില്ലാ തലത്തിൽ അദാലത്ത് സംഘടിപ്പിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വരന്തരപ്പള്ളി സ്പെഷ്യൽ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. വാർത്തകൾ വിശദമായി. 2 ദിവസമായി തോരാതെ പെയ്യുന്ന മഴയിൽ കനത്ത നാശം. ശക്തമായ മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. വരന്തരപ്പള്ളി, തൃക്കൂർ, നെന്മണിക്കര, കൊടകര, പുത്തൂർ, അളകപ്പനഗർ പഞ്ചായത്തുകളിലെ വിവിധ ഇടങ്ങളെല്ലാം വെള്ളം കയറി. വരന്തരപ്പള്ളിയിൽ പള്ളിക്കുന്നിനും പൗണ്ടിനുമിടയിൽ 2 ഇടത്ത് വെള്ളം കയറി. വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. കുരിയടിപ്പാലത്തിന് സമീപവും കുട്ടോലിപ്പാടത്തിലുമാണ് വെള്ളം കയറിയത്. ഇഞ്ചക്കുണ്ട്, ദർഭപാടം, കൽക്കുഴി ഭാഗത്തും വീടുകളിൽ വെള്ളം കയറി. കൽക്കുഴി പമ്പ് ഹൗസിൽ വെള്ളം കയറി. ഇതോടെ പമ്പിംഗ് നിർത്തിവെച്ചു. തൃക്കൂർ പഞ്ചായത്തിലെ തൃക്കൂർ, അത്താണി, തുരുത്തിക്കാട്, കുണ്ടനിക്കടവ് പ്രദേശങ്ങളിലും കോനിക്കര, എലുവപ്പാടം സെക്കൻഡ് റീച്ചിലും വെള്ളം കയറി. പ്രദേശവാസികളോട് ക്യാമ്പിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശം നൽകി. കല്ലൂർ പാലക്കപ്പറമ്പ് VLP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് 39 പേരെ മാറ്റിപ്പാർപ്പിച്ചു. തഹസിൽദാർ C. നാരായണൻ സ്ഥലത്ത് ക്യാമ്പിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ആരോഗ്യ വിഭാഗവും സജീവമായിട്ടുണ്ട്. കല്ലൂർപ്പാടം വഴിയിൽ നിന്ന് ഞെള്ളൂരിലേക്ക് പോകുന്ന വഴിയിൽ വെള്ളക്കെട്ട് രൂക്ഷം. റോഡിൽ വെള്ളം നിറഞ്ഞതോടെ യാത്രക്കാരും ദുരിതത്തിലായി. അതേസമയം കല്ലൂരിലെ പ്രധാന പാതയിൽ ഗതാഗത തടസ്സമില്ല. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ വട്ടക്കൊട്ടായി മുതൽ കയ്യാലിപ്പടി വരെ റോഡിൽ വെള്ളം കയറി ഗതാഗതം നിലച്ചു. വട്ടക്കൊട്ടായി കയ്യാലപ്പടി ബണ്ട് റോഡിലാണ് വെള്ളം കയറിയത്. കൃഷിയിടങ്ങളിലെല്ലാം വെള്ളക്കെട്ടിലാണ്. പീച്ചി ഡാം തുറന്നതിനെ തുടർന്ന് കൈനൂർ, പുഴമ്പള്ളം പ്രദേശങ്ങൾ വെള്ളത്തിലായി. 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. മേഖലയിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മണലിപ്പുഴയോട് ചേർന്ന താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങി. എറവക്കാട് റോഡിലും വെള്ളം കയറി. നെന്മണിക്കര, നടത്തറ, പുത്തൂർ പഞ്ചായത്തുകളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു. കനത്ത മഴയെ തുടർന്ന് കൊടകര പഞ്ചായത്ത് 1-ാം വാർഡിലെ കാവിൽപ്പാടത്തെ 3 കുടുംബങ്ങളെ കൊടകര LP സ്കൂളിലെ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. അളകപ്പനഗർ പഞ്ചായത്തിലെ വരാക്കര, പൂക്കോട്, പാലക്കുന്ന് പാടം വഴിയിൽ വെള്ളക്കെട്ട് രൂക്ഷം. മേഖലയിലെ കൃഷിയിടങ്ങൾ വെള്ളത്തിലായി. കാവലൂർ പാടശേഖരം ബണ്ട് ഇടിഞ്ഞു. മണലിപ്പുഴ പലയിടത്തും കരകവിഞ്ഞു. നെന്മണിക്കര പഞ്ചായത്തിലെ 500 വീടുകൾ വെള്ളപ്പൊക്ക ഭീഷണിയിൽ. മണലിപ്പുഴ പലയിടത്തും കരകവിഞ്ഞു. നെന്മണിക്കര പഞ്ചായത്തിലെ 500 വീടുകൾ വെള്ളപ്പൊക്ക ഭീഷണിയിൽ. തലോർ ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് 25 വീട്ടുകാരെ മാറ്റി. പൊലക്കാട്ടുകര, തലവണിക്കര, മടവാക്കര, എറവക്കാട്, ചെറുവാൾ, തലോർ, പാലിയക്കര, ചിറ്റിശ്ശേരി എന്നീ സ്ഥലങ്ങളിലും പലയിടത്തും വെള്ളക്കെട്ടാണ്. മടവാക്കരയിലും പുലക്കാട്ടുകരയിലും റോഡുകളിൽ പലയിടത്തും പുഴയിലെ വെള്ളം റോഡ് മറികടക്കുന്നുണ്ട്. പീച്ചിയിൽ നിന്നും വരുന്ന ജലത്തിന്റെ തോത് ഉയർത്തിയതോടെ മേഖലയിൽ ഇനിയും വെള്ളം ഉയരാൻ സാധ്യതയുണ്ടെന്നും വെള്ളപ്പൊക്ക ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ക്യാമ്പിലേക്ക് മാറണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അറിയിച്ചു. ടോൾ ഒഴിവാക്കി മടവാക്കര കൂടിയും പുലക്കാട്ടുകര കൂടിയും കൂടുതൽ വാഹനങ്ങൾ എത്തുന്നത് അപകടാവസ്ഥ ഉണ്ടാക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. റോഡുകളുടെ ചില ഭാഗങ്ങളിൽ വാഹനങ്ങൾ മറികടക്കുമ്പോൾ പുഴയിലേക്ക് ഒഴുക്കിൽ തള്ളിപ്പോകുമോ എന്ന ഭീതിയുമുണ്ട്. അതിനാൽ ടോൾ ഒഴിവാക്കിയുള്ള സമാന്തര പാതകളിലൂടെയുള്ള സഞ്ചാരം ഒഴിവാക്കുകയാണ് സുരക്ഷിതമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. കല്ലൂർ മടം വഴി പുലക്കാട്ടുകര ഷട്ടർ റോഡിൽ 3 ഇടത്ത് വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. ടോൾ ഒഴിവാക്കി വരുന്ന വാഹനങ്ങൾ വരുന്ന പ്രധാന റോഡാണിത്. വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ തുടരുന്നതിനാൽ
പീച്ചി ഡാമിന്റെ 4 ഷട്ടറുകൾ തുറന്നത് 71 ഇഞ്ചായി ഉയർത്തി. സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് അധിക ജലം ഒഴുക്കുന്നത് മൂലം മണലി, കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മണലിപ്പുഴ പലയിടത്തും കരകവിഞ്ഞൊഴുകുന്നുണ്ട്. ചിമ്മിനി ഡാമിൽ ചൊവ്വാഴ്ച ഉച്ചവരെ ഉള്ളത് 70.27% ജലം. സ്പിൽവേ ഷട്ടറുകളുടെ ഉയരത്തിലേക്ക് ജലനിരപ്പ് എത്തിയിട്ടില്ല. ചിമ്മിനി ഡാമിൽ ചൊവ്വാഴ്ച ഉച്ചവരെയുള്ളത് 70.27% ജലം. സ്പിൽവേ ഷട്ടറുകളുടെ ഉയരത്തിലേക്ക് ജലനിരപ്പ് എത്തിയിട്ടില്ല. ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നതിനാൽ ചിമ്മിനി ജലവൈദ്യുത പദ്ധതി പ്രവർത്തിപ്പിക്കുന്നതിന് നേരിയ തോതിൽ സ്ലൂയിസ് വാൽവ് തുറക്കാൻ ആലോചന. ഇത് കുറുമാലിപ്പുഴയിലെ ജലനിരപ്പിനെ കാര്യമായി ബാധിക്കില്ലെന്നും ഇറിഗേഷൻ വകുപ്പ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല. കനത്ത മഴയിൽ പുലക്കാട്ടുകര ഷട്ടറിൽ മരക്കൊമ്പുകൾ അടിഞ്ഞു. മരക്കൊമ്പുകൾക്കൊപ്പം ചെറിയ ചില്ലകളും കാടും പടലും ഷട്ടറിൽ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. മരക്കൊമ്പുകൾ റെഗുലേറ്ററിൽ വന്നടിഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് മരക്കൊമ്പുകൾ നീക്കം ചെയ്തു തുടങ്ങി. ഇറിഗേഷൻ അധികൃതരും സ്ഥലത്തെത്തി. കാരികുളം വലിയ പാലത്തിൽ മരങ്ങൾ തടഞ്ഞ് പാലത്തിന് അപകടാവസ്ഥ സൃഷ്ടിക്കുന്നു. ആറ്റപ്പള്ളി പാലത്തിന് താഴെയും മരങ്ങൾ തടഞ്ഞു. ഉടൻ തന്നെ ഇവ നീക്കം ചെയ്തു. ശക്തമായ കാറ്റിലും മഴയിലും നന്ദിപുലത്തും വരാക്കരയിലും വീടിന് മുകളിൽ മരം വീണു. ശക്തമായ കാറ്റിലും മഴയിലും നന്ദിപുലത്തും വരാക്കരയിലും വീടിന് മുകളിൽ മരം വീണു. മാട്ടുമല പണിക്കാടൻ അയ്യപ്പൻ ഭാര്യ രാധയുടെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. ചൊവ്വാഴ്ച രാവിലെ 9-നായിരുന്നു സംഭവം. ആർക്കും പരിക്കില്ല. വരാക്കര പൂക്കോട് വെളുത്തെടുത്ത് ചന്ദ്രികയുടെ വീട് പൂർണ്ണമായും ഇടിഞ്ഞു വീണു. ആളപായമില്ല. ശക്തമായ മഴയിൽ പുതുക്കാട് വീടിന്റെ ഒരു വശം ഇടിഞ്ഞു വീണു. ശക്തമായ മഴയിൽ പുതുക്കാട് വീടിന്റെ ഒരു വശം ഇടിഞ്ഞു വീണു. പുതുക്കാട് പഞ്ചായത്തിലെ 2-ാം വാർഡിൽ താമസിക്കുന്ന ചക്കാലമറ്റത്ത് ഷാജിയുടെ വീടിന്റെ അടുക്കളയുടെ ഭാഗമാണ് ഇടിഞ്ഞു വീണത്. ചൊവ്വാഴ്ച രാവിലെ 10:30-നായിരുന്നു സംഭവം. കേരളത്തിൽ അടുത്ത 5 ദിവസവും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തൃശൂരിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടതാണ്. പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാവണം. സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തി തയ്യാറാക്കപ്പെടുന്ന ക്യാമ്പുകളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണെന്നും അധികൃതർ അറിയിച്ചു. ജില്ലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുമുള്ള യാത്രയ്ക്ക് ബുധനാഴ്ച വരെ നിരോധനം ഏർപ്പെടുത്തിയതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. കൂടാതെ ചാലക്കുടി, മലക്കപ്പാറ വഴിയുള്ള എല്ലാ യാത്രയ്ക്കും രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തി. അടിയന്തര സാഹചര്യങ്ങളിൽ അധികൃതരുമായി ബന്ധപ്പെട്ട് യാത്രയ്ക്ക് അനുമതി തേടാവുന്നതാണ്. തൃശൂർ ജില്ലയിൽ ശക്തമായി മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ അങ്കണവാടികൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടു. മുഴുവൻ വിദ്യാർത്ഥികൾ താമസിച്ചു പഠിക്കുന്ന റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾക്ക് കോഴ്സുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല. മഴക്കെടുതി നേരിടാൻ പറപ്പൂക്കര പഞ്ചായത്തിൽ സിവിൽ ഡിഫൻസ് ടീം സജ്ജമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അറിയിച്ചു. 9847506372 എന്ന നമ്പറിൽ ജനങ്ങൾക്ക് ബന്ധപ്പെടാം. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി നടപ്പാക്കിയ മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പരാതി പരിഹാരത്തിന് ജില്ലാ തലത്തിൽ അദാലത്ത് സംഘടിപ്പിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വരന്തരപ്പള്ളി സ്പെഷ്യൽ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് T രാജശേഖരൻ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് P തങ്കം, ND പൈലോത്ത്, KV രാമകൃഷ്ണൻ, K സുകുമാരൻ, MG തോമസ്, K സദാനന്ദൻ, TA വേലായുധൻ എന്നിവർ പ്രസംഗിച്ചു.
കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അളഗപ്പനഗർ തൃക്കൂർ യൂണിറ്റുകളുടെ ഇടക്കാല കൺവെൻഷനുകൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നതായി ബ്ലോക്ക് സെക്രട്ടറി കെ വി രാമകൃഷ്ണൻ അറിയിച്ചു. പുതുക്കാട് ഗവൺമെന്റ് സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗം കുട്ടികൾക്കുള്ള സ്പെഷ്യൽ യൂണിഫോം വിതരണം PTA പ്രസിഡന്റ് വിജിത ശിവദാസ് നിർവഹിച്ചു. പുതുക്കാട് ഗവൺമെന്റ് സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗം കുട്ടികൾക്കുള്ള സ്പെഷ്യൽ യൂണിഫോം വിതരണം PTA പ്രസിഡന്റ് വിജിത ശിവദാസ് നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സംഗീത, പ്രധാനാധ്യാപിക ബിന്ദു, VHC വിഭാഗം അധ്യാപിക നിത, VHC വിഭാഗം അധ്യാപകരും സ്കൂളിലെ തന്നെ പൂർവ്വ അധ്യാപികയും PTA പ്രസിഡന്റും ചേർന്നാണ് കുട്ടികൾക്ക് യൂണിഫോം സ്പോൺസർ ചെയ്തത്. മട്ടത്തൂർക്കുന്ന് പുലരി സ്വയം സഹായ സംഘത്തിന്റെ 14ാം വാർഷികം ആഘോഷിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം നിർവഹിച്ചു. പുലരിയുടെ പുതിയ സംരംഭം ആയ, ചാമ, തിന, യവം എന്നീ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയുടെ ഉദ്ഘാടനവും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള ട്രോഫിയുടെയും ക്യാഷ് അവാർഡിന്റെയും വിതരണവും ചടങ്ങിൽ നടന്നു. കളഞ്ഞുകിട്ടിയ സ്വർണമാലയും പണവും ഉടമയെ കണ്ടെത്തി തിരിച്ചു നൽകിയ PA മനിലിനെയും ഗിരിജ ശശിയെയും യോഗം ആദരിച്ചു. പുലരി പ്രസിഡന്റ് ദിനേശ് പൂക്കോടൻ അധ്യക്ഷത വഹിച്ചു. സിനിമ സീരിയൽ താരം അനൂപ് മുഖ്യാതിഥിയായിരുന്നു. സെക്രട്ടറി ജിനേഷ്, ട്രഷറർ സുജീത്, വാർഡംഗം KS ബിജു എന്നിവർ പ്രസംഗിച്ചു. യോഗത്തിൽ സുനിൽ മാസ്റ്ററെ പ്രസിഡന്റായും MB മുകുന്ദനെ സെക്രട്ടറിയായും അരുൺ കുമാറിനെ ട്രഷററായും തിരഞ്ഞെടുത്തു. വളരെ നല്ല രീതിയിലാണ് അതിന്റെ പരിപാടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം അതിന് ഇത്രയും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് 3 മണി വരെ നിൽക്കുന്ന ഒരു പരിപാടിയാണ്. അളഗപ്പനഗർ പഞ്ചായത്തിലെ സുറിയാനി പള്ളിക്ക് സമീപമുള്ള വഴിയിൽ വെള്ളം കയറി. പ്രദേശത്തെ വീടുകളിലും വെള്ളം കയറി. വീട്ടുകാരെ സാംസ്കാരിക നിലയത്തിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. മട്ടത്തൂർ കൃഷിഭവൻ പരിധിയിൽപ്പെട്ട കർഷകരെ ഓഗസ്റ്റ് 17 കർഷക ദിനത്തിൽ ആദരിക്കും. മികച്ച നെൽകർഷകൻ, കർഷക തൊഴിലാളി, സമ്മിശ്ര കർഷകൻ, ജൈവ കർഷകൻ, വനിതാ കർഷക, മുതിർന്ന കർഷകൻ, SC ST കർഷകൻ, യുവ കർഷകൻ, പച്ചക്കറി കൃഷി കർഷകൻ, കുട്ടി കർഷകൻ, ക്ഷീര കർഷകൻ, പാടശേഖര സമിതി, മികച്ച കാർഷിക പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സ്കൂൾ എന്നീ ഇനങ്ങളിലാണ് കർഷകരെ ആദരിക്കുന്നത്. അവാർഡിനുള്ള അപേക്ഷകൾ ഓഗസ്റ്റ് 10 വരെ കൃഷിഭവനിൽ സ്വീകരിക്കുന്നതാണ്. കാലാവസ്ഥ: കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. താനൂർ CHMKM ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, തിരൂരങ്ങാടി PSMO കോളേജ്, വളവന്നൂർ അൻസാർ അറബിക് കോളേജ്, കാട്ടിലങ്ങാടി ആദവനാട് ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് വുമൻസ് കോളേജ് എന്നിവിടങ്ങളിലേക്ക് സൈക്കോളജി അപ്രന്റീസിനെ താൽക്കാലികമായി നിയമിക്കുന്നു. യോഗ്യത: സൈക്കോളജിയിൽ ബിരുദാനന്ത ബിരുദം, ജീവനിയിലെ പ്രവൃത്തി പരിചയം, ക്ലിനിക്കൽ അല്ലെങ്കിൽ കൗൺസിലിംഗ് മേഖലയിലെ പ്രവൃത്തി പരിചയം, അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള കൗൺസിലിംഗ് ഡിപ്ലോമ എന്നിവ അഭിലഷണീയം. യോഗ്യരായവർ ഓഗസ്റ്റ് 2 രാവിലെ 10 അസൽ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ സഹിതം താനൂർ CHMKM ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ മുമ്പാകെ അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ 0494 25828800, മറ്റൊരു നമ്പർ 9188900200. സ്വർണ്ണവില: സ്വർണം ഗ്രാമിന് 6320 രൂപയും പവന് 50,560 രൂപയും രേഖപ്പെടുത്തി. കൊടകര വലൂപ്പറമ്പൻ പരേതനായ നാരായണൻ മകൻ രാപ്പാൾ സ്വദേശി വിനയ് കുമാർ അന്തരിച്ചു. 53 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജയശ്രീയാണ് ഭാര്യ. മക്കൾ വിഷ്ണു, വിധു. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. 2 ദിവസമായി തോരാതെ പെയ്യുന്ന മഴയിൽ കനത്ത നാശം. ശക്തമായ മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. മണലിപ്പുഴ പലയിടത്തും കരകവിഞ്ഞു. നെന്മണിക്കര പഞ്ചായത്തിലെ 500 വീടുകൾ വെള്ളപ്പൊക്ക ഭീഷണിയിൽ. ശക്തമായ കാറ്റിലും മഴയിലും നന്ദിപുരത്തും വരാക്കരയിലും വീടിന് മുകളിൽ മരം വീണു. പുതുക്കാട് വീടിന്റെ ഒരു വശം ഇടിഞ്ഞു വീണു. കേരളത്തിൽ അടുത്ത 5 ദിവസവും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു. തൃശൂരിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. മെഡിസെപ്പ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പരാതി പരിഹാരത്തിന് ജില്ലാതലത്തിൽ അദാലത്ത് സംഘടിപ്പിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ
വരന്തരപ്പള്ളി സ്പെഷ്യൽ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.